ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഫ്രൈഡ് റൈസ് ആണ്. ഇത് റെസ്റ്റോറൻറ്റ് സ്റ്റൈലൊന്നുമല്ല, അല്ലാതെ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ, സ്കൂളിലൊക്കെ കൊടുത്തു വിടാൻ പറ്റിയ ഒരു ഫ്രൈഡ് റൈസ് ആണ്. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് ചൂടാകുമ്പം അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. അത് ചിക്കൻ വറുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ചിക്കനകത്ത് കൂടുതൽ മസാലയൊന്നും ഇട്ടിട്ടില്ല. കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പുപൊടിയും കുറച്ച് ചിക്കൻ മസാലയാണ് ഇട്ടേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എരിവൊക്കെ കൂടുതൽ ചേർക്കാം. ഇത് കുഞ്ഞിന് കൊടുക്കാനായിട്ട് ഞാൻ എരിവൊക്കെ കുറച്ചാണ് ചേർത്തേക്കുന്നത്. അത് നമുക്ക് ഓരോ കഷ്ണങ്ങളായിട്ട് പാനിലോട്ട് എടുത്ത് വെച്ച് വറുത്ത് കോരാനായിട്ട് വയ്ക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനകത്ത് സോസോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചേർക്കാം. ഇത് പിന്നെ അപ്പുറത്തൊരു കടായിലോട്ട് ഞാൻ എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലോട്ട് കുറച്ച് ക്യാരറ്റും കുറച്ച് ബീൻസും വഴറ്റാനായിട്ട് വയ്ക്കാം. അത് പെട്ടെന്ന് തന്നെ വഴന്ന് വരുമല്ലോ. അപ്പം അത് ഇട്ടിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോഴത്തേന് ചിക്കൻ നമുക്ക് ഒന്ന് മൂടി വയ്ക്കാം. അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ. അല്ലെങ്കിൽ പിന്നെ കുക്കറിനകത്ത് വേണമെങ്കിലും വേവിച്ചെടുക്കാം. ക്യാരറ്റിലും ബീൻസിലോട്ടും കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അത് പെട്ടെന്ന് തന്നെ വഴന്ന് വരുമല്ലോ. അത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. എന്നിട്ട് അതിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും വറുക്കാനാണ്. അപ്പോൾ അതിലോട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് ആദ്യം ഇട്ട് കൊടുക്കുക. അതൊന്ന് ഇളക്കാം. അതൊന്ന് വറുത്തെടുക്കാനാണ്. പിന്നെ കുറച്ച് മുന്തിരിങ്ങയും കൂടെ അതിലോട്ട് ചേർത്ത് കൊടുക്കുക. അതും കൂടെ വറുത്ത് നമുക്ക് നേരത്തെ എടുത്ത് വെച്ച ക്യാരറ്റിലും ബീൻസിലോട്ടും എടുത്ത് വയ്ക്കാം. അപ്പോഴത്തേക്കും നമ്മളെ ചിക്കൻ ഒരു സൈഡ് മൂത്ത് വന്നിട്ടുണ്ട്. അത് നമുക്ക് തിരിച്ച് വെച്ച് കൊടുക്കാം. പിന്നെ ഈ ചിക്കൻ വറുത്തെടുത്തത് നമുക്ക് ചെറുതായിട്ട് ചെറിയ പീസുകളാക്കി എടുക്കാം. അപ്പോൾ കൊച്ചിന് കൊടുക്കാനായതുകൊണ്ട് ചെറിയ ചെറിയ പീസുകളായിട്ട് നമുക്കത് എടുക്കാം. എന്നിട്ട് ആ നേരത്തെ ഉള്ള കടായിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അതിലോട്ട് നേരത്തെ വേവിച്ച് വെച്ച ബസ്മതി റൈസ് അതിട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൽ സോസും ഒക്കെ ചേർക്കാം. എന്നിട്ട് ആ ചിക്കൻ പീസുകൾ നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നേരത്തെ വാട്ടി വെച്ചേക്കുന്ന ക്യാരറ്റും ബീൻസും അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഇട്ട് ഇളക്കാം. ഇപ്പം നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ സോസും പിന്നെ അല്ലാതെ മുട്ടയോ എന്തെങ്കിലുമൊക്കെ അതിനകത്ത് ചേർക്കാം. ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് കമൻറ്റ് അറിയിക്കണം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. നന്ദി, നമസ്കാരം.